കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈദ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ വീഡിയോ തലേ ദിവസത്തെ വീഡിയോ ആണ്. ഈദായിട്ട് ഞങ്ങൾ മാമാടെ അടുക്ക പോയിട്ടുള്ള, അപ്പോൾ അവിടെ തലേ ദിവസത്തെ തന്നെ അടവും പിന്നെ മേലാഞ്ചി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഞങ്ങളെല്ലാവരും മേലാഞ്ചി ഇടാണ്. ഉമ്മച്ചപ്പം മോൾക്ക് മേലാഞ്ചി കാൽമ കയ്യിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുക രാത്രി 1 മണിക്ക് ഇരുന്ന് മേലാഞ്ചി ഇടാണ്. കാരണം അനുതാത്ത പുറത്തു പോയി വന്നിട്ടാണ് എനിക്ക് ഇട്ടുതരുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഈദ് മുബാറക്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇന്നലെ ഇട്ട മൈലാഞ്ചിയാണ്, അനുതാത്ത ഇട്ടതാണ്. അതിൻ്റെ അടിയുള്ള പൂവ് ആരും ശ്രദ്ധിക്കണ്ട, ഞാൻ ഇടാൻ നോക്കിയാണ് മയച്ച് മോക്കും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉമ്മച്ചിട്ടന്ന്. അപ്പം എല്ലാവരും ഫ്രഷ് ആവാണ്, ഞാനും ഫ്രഷ് ആവാൻ പോവാണ്. ഈ ടൈമിൽ ഉമ്മച്ചിട്ടാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരോട് ഹായ് പറ. ഓക്കെ, അപ്പം ഞാനിത് മൈലാഞ്ചി കളഞ്ഞിട്ട് വരാട്ടോ. ഈ കൈമത്തെ മൈലാഞ്ചി ഞാൻ ഇന്നലെ തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൈമുള്ള മൈലാഞ്ചി അനുതാത്ത ഇട്ടാണ്. അവർ പുറത്തു പോയി വരുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇട്ടതാണ് ഇത്. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ രാവിലെ ആയിട്ടാണ് ഞാൻ കഴുകാൻ പോകുന്നത്. കഴുകിയിട്ട് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ രാവിലെ പള്ളി പോണ മുമ്പ് ഒരാട്ടം ചായ കുടിക്കുക, പിന്നെ പള്ളി ഇട്ട് വന്നിട്ടാണ് ഇവിടെ ചോറൊക്കെ കഴിക്കൽ. അപ്പോൾ എനിക്കാണെങ്കിൽ വെളിയും കൂടെ ആകുമ്പോൾ കടികളൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ ചായക്ക് കടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ദോശ അതുപോലത്തെ കാണേണ്ടത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും സാധാരണ ഉള്ള പോലെ തന്നെ. പക്ഷെ എനിക്ക് പോലെ ഉണ്ട്, ഇവിടുന്ന് രാവിലെ തന്നെ കഴിക്കാൻ എനിക്ക് പോലെ ഉണ്ട്. സോ അങ്ങനെ ഞാനിത് മൈലാഞ്ചിയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രഷ് ആവണം. പിന്നെ ഉമ്മച്ചി അവിടെ നിന്നിട്ട് ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട് കാണാം. ഇവിടെ എല്ലാവരും പണി കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് എണീച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും അവനെ വിളിക്കണം, അവനെ എണീക്കണില്ല. എല്ലാവരും നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു. ഇവിടെ ഒരാൾ എല്ലാവരെക്കാട്ടി മുമ്പത്തേന് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടൊക്കെ എൻ്റെ കൈമ തരാണ്, എൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് 2 അട എനിക്ക് തരാണ് അവളെ കയ്യിലുണ്ടായിരുന്ന. അപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാവിലെ തന്നെ അട കഴിക്കുമ്പോൾ പോലാണെന്ന്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ മാത്രമാണ് അന്ന് രാവിലെ കുടിച്ചത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ, നല്ല ചായയായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കുടിക്കാൻ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ മുഴുവൻ കുടിച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല റിഫ്രഷിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 ആൾക്കാർ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 ആൾക്കും പൊറാട്ടം ചിക്കനാണ്. കാരണം ഇന്നലെ മമ്മ അന്നിതാതെ പുറത്ത് പോയി വരുമ്പോൾ കൊടുന്നതാണ്. എനിക്ക് കൊടുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പാതിരാത്രി 1 മണിക്ക് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഗൈസ്, ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി, ഒരു ബാത്ത് മുടിയൊക്കെ ചെയ്തിട്ടൊരു ബാത്ത് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഉമ്മച്ചി മുടിയൊക്കെ ഹെയർ ഡ്രൈയിട്ട് ഉണക്കി തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് മുടിയൊക്കെ ചെയ്തിട്ട് കാണാം. കുറേ ഉണ്ട്, കുറേ കേട്ടോ, 3 ഒരേ കാണിച്ചു തരാം. നോക്കൂ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മുടിയൊക്കെ ചെയ്യുകയും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ട, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ ഞാനിപ്പോൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് കുറേ കുട്ടിപ്പട്ടാളങ്ങൾ സൗണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പിന്നെ ഇതിൽ പറയണത് എന്താ വെച്ചാൽ മുടിയൊക്കെ ചെയ്ത് വന്നു. പിന്നെ മാമിയുടെ വാച്ചാണ് ഞാൻ കെട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഞാൻ കാണിച്ചു തരാം.
എനിക്ക് എൻ്റെ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കാണാറുള്ളതാണെങ്കിൽ എനിക്ക് പേഴ്സണലി പറയാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളിൽ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ എനിക്ക് റീൽ എടുക്കാനുണ്ടായിരുന്നു. അതിനാണ് ഞാൻ ഈ മോളിൽ വന്ന് സ്റ്റാൻഡൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ ചോറും ചിക്കൻ കറിയും പപ്പടം പിന്നെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ അടും നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്നത് പിറ്റേ ദിവസത്തെ ഈദ് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അന്നുത്താത്തയുടെ അലമാര ഞങ്ങളെല്ലാവരും വൃത്തിയാക്കുകയാണ്. കാരണം അന്നുത്താത്തയുടെ അലമാരയിൽ കുറേ പല വേണ്ടാത്തതും വേണ്ടിയതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് കൊണ്ടും ആക്കി വയ്ക്കുകയാണ്, വൃത്തിയാക്കുകയാണ്. അപ്പോൾ അന്നത്തെ ഡ്രസ്സ് ഒക്കെ നല്ല വൃത്തിയിൽ മടക്കിയൊക്കെ വയ്ക്കുകയാണ്. ഞാൻ അന്നത്താത്തയുടെ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അന്നത്താത്ത പറഞ്ഞതിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യും. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ട്. പിന്നെ റിഫത്താത്തയുടെ അടുത്തൊരു വരുന്നുണ്ട്, അതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കണം. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉപ്പച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് വോയിസ് ഓവർ എടുക്കുമ്പോൾ. അപ്പോൾ റിഫത്താത്താൻ്റെ അടുത്ത് വരുന്നവർക്ക് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുകയാണ് ഉമ്മമാർ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 5 മണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ഉമ്മ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് ടെസ്റ്റൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉമ്മച്ചിക്ക് പോകാനുണ്ട്. ജൂൺ 1 ഉമ്മച്ചി ലേണിംഗ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നേരത്തെ പോകണം ഞങ്ങൾക്ക്. പിന്നെ സ്കൂളൊക്കെ തുറക്കുകയാണ് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഇടണമെന്ന് തലേ ദിവസം എനിക്ക് സ്കൂൾ തുറക്കണം തലേ ദിവസമാവും ഞാൻ ഈ വീഡിയോ ഇടണത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോയ പിറ്റേ ദിവസമാവും അമ്മക്ക് അവരെ വീട്ടിലേക്ക് പോവാല്. ചെറുതായിട്ട് വിഷമമുണ്ട്, കാരണം ഇനി നമ്മൾ തിരിച്ച് വരല് ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്കൂൾ പൂട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വരല്. അപ്പം നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഫോർ ടുഡേ.